പടകളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശകരമായ ചർച്ചയുമായിട്ടാണ് പടക്കളം എല്ലാ ദിവസവും അങ്ങനെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ആ പതിവ് തെറ്റിക്കുന്നില്ല. നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് പടക്കളം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപാകെ എത്തുന്നത്. ഇന്ന് നമ്മുടെ ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ ഇഫ്തിഖാറുദ്ദീൻ പി UDF, അതുപോലെ N ആദിൽ LDF. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ആവേശം പടക്കളത്തിലേക്ക് വീണ്ടും വന്നു ചേരുമ്പോൾ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു പടക്കളത്തിലേക്ക്. UDFനെ സംബന്ധിച്ച് ഇഫ്തിഖാറുദ്ദീൻ, ആവേശകരമായൊരു പ്രചാരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് എല്ലാവരെയും, സ്ഥാനാർത്ഥികളെയും മുന്നണികളെയൊക്കെ സംബന്ധിച്ച് നിലമ്പൂർ മാറുകയാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വോട്ട് സമാഹരണത്തിന് ആരുടെയും വോട്ട്, വർഗീയവാദികളുടെ വോട്ട്, മതവാദികളുടെ, മതരാഷ്ട്രവാദികളുടെ വോട്ട് എന്ന നിലയിലേക്ക് UDF പോകുന്നത് വലിയ ചർച്ചയായിട്ടുണ്ട്. മുസ്ലിം സംഘടനകളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ UDF നിൽക്കുമ്പോൾ RSSൻ്റെ രാഷ്ട്രീയ രൂപമാണ് BJP, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി. എങ്ങനെ കോൺഗ്രസ് അവർക്കൊരു രാഷ്ട്രീയമായ മേൽവിലാസം ചമച്ചു കൊടുക്കുന്നു, രാഷ്ട്രീയ മുന്നണി സഹകരണത്തിലേക്ക് പോകുന്നു? അങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ സ്വരാജിനെ പോലെ നിലപാടുള്ള, വർഗീയ വിരുദ്ധ നിലപാടുകൾ കൃത്യമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വരേണ്ടത്? അത്തരമൊരു ചോദ്യത്തെ UDF നേരിടേണ്ടി വരുന്നില്ലേ? ഐക്യ ജനാധിപത്യ മുന്നണി മതേതര നിലപാടുള്ളവരുടെ മുഴുവൻ വോട്ടുകളും സമാഹരിക്കും. LDFന് വോട്ട് ചെയ്യുമ്പോൾ അവർ മതേതരവാദികളും, LDF വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ അവർ വർഗീയവാദികളും മതവാദികളും മതരാഷ്ട്രവാദികളുമായി മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് LDF സ്വീകരിച്ചിട്ടില്ലേ? LDF വേണ്ട എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടി 2010 രൂപീകരിച്ചത് മുതൽ 2019 വരെ സ്വീകരിച്ചത് ഇടതുപക്ഷ അനുകൂല നിലപാടല്ലേ? വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന അഭിപ്രായം അന്ന് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ പറയാനാകും? അവർ മണ്ഡലം നോക്കി, മതം നോക്കി, സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലയിൽ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വരുമ്പോൾ K മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, കഴിഞ്ഞ കുറേ നാളുകളായി UDFുമായി സഹകരിക്കുന്നു. മാത്രവുമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ അണികളെ ദേശീയ താല്പര്യങ്ങൾക്കപ്പുറം എതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഘടന എന്ന് ഹൈക്കോടതിയിൽ കൊടുത്തത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുസ്ലിം സംഘടനകളുടെ അതുവരെ LDF വാങ്ങിയ വോട്ട് വർഗീയവാദികളുടെ വോട്ടാണോ? നിങ്ങളോടുള്ള വർഗീയവാദികളുടെ വോട്ടാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ വോട്ട്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് മതേതര അനുകൂല വോട്ടാണോ? അന്ന് മതേതര കക്ഷിയാണോ ജമാഅത്തെ ഇസ്ലാമി? ഇന്ന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എങ്കിൽ അന്ന് മതരാഷ്ട്രവാദികളല്ലേ? ഇന്ന് കോൺഗ്രസിനോട് ഉയരുന്ന ചോദ്യം, നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ രൂപം മതവാദ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? അവരൊരു വർഗീയ പാർട്ടിയാണോ? ആ ചോദ്യത്തിന് ഇന്ന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. നിലമ്പൂരിൽ സഹകരിപ്പിക്കുമ്പോൾ CPMന് വോട്ട് ചെയ്യുന്ന കാലഘട്ടം LDFന് വോട്ട് ചെയ്യുമ്പോൾ അവരെല്ലാവരും നല്ലവരാണ്. അതുകൊണ്ട് ഈ INL എന്ന് പറയുന്ന സംഘടന, ആ സംഘടന രൂപീകരിക്കുന്നത് തന്നെ 1992 ബാബരി മസ്ജിദിനകത്ത്, അന്ന് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ പൊളിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് മാന്യതയുള്ള നിലപാടല്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ നെടുകെ പിളർത്താൻ ശ്രമിച്ചുകൊണ്ട് സെട്ടു സാഹിബ് പോയത്. മതേതര LDFന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ PDP സ്വീകരിക്കുന്നത് ശരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് വരുന്ന ഈ ചോദ്യത്തിന് ഞാൻ മറ്റെല്ലാവരെയും മാറ്റിവെക്കൂ. ഇന്ന് കാന്തപുരം സുന്നി വിഭാഗം, മുജാഹിദ് വിഭാഗം ഇവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടി, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, അവർ മതവാദ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ടോ? മതവാദ നിലപാടുണ്ടോ? മതരാഷ്ട്രീയം, മതരാഷ്ട്രം അവർക്കുണ്ടോ? അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ? എന്റെ ചോദ്യത്തിനല്ലേ താങ്കൾ പറയുന്നത്? ആ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കാന്തപുരം സുന്നി വിഭാഗം, മുജാഹിദിനെ ചോദിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിനർത്ഥം നിങ്ങൾക്കില്ല എന്നാണ് അഭിപ്രായം. CPMന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവരെല്ലാം നല്ലവരാണ്. എന്റെ ചോദ്യം കാന്തപുരം ചോദിച്ചത് മുജാഹിദീൻ ചോദിച്ചതാണ്. മുസ്ലിം സംഘടനകളുടെ ചോദ്യം കാന്തപുരമോ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു നിലപാട് അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ നിലപാടല്ല എന്ന് 2008 പരസ്യമായി ആരിഫ് അലി പ്രബോധനത്തിൽ അയാളുടേതായ ലേഖനം എഴുതിയതാണ്.
അന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം ആ എന്റെ ലേഖനം ചോദ്യം, മതേതര നിലപാടായിരുന്നു. ഇഫ്തിഖറുദ്ദീൻ ആ ചോദ്യം ഇന്ന് കണ്ടില്ല എന്ന് രാജ്യവിരുദ്ധ നടിച്ച് നിലപാടിന്റെ ശരി, കൂടെ ഓക്കേ. RSSന്റെ കൂടെ CPM നിൽക്കുമ്പോ LDF നിൽക്കുമ്പോ ഞങ്ങൾക്ക് അനുകൂലമായി LDF വോട്ട് ന്റെ ചെയ്യാൻ വാദം. മതേതരവാദികൾ തീരുമാനിക്കുമ്പോ അത് വർഗീയവാദികളാണ്. LDF ഇവിടെ ചോദ്യം UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മതരാഷ്ട്രവാദികളാണ്, വർഗീയവാദികളാണ്, സംഘ് പരിവാറിനെ പോലെ തന്നെ എന്ന പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുമ്പോൾ അവരുമായി ഒരു രാഷ്ട്രീയ സഹകരണത്തിലേക്ക് പോകുന്നു. അതിൻ്റെ രാഷ്ട്രീയം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ UDF CPM-നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി പറയാനാണ് ശ്രമിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDF എടുത്ത തീരുമാനം ഏതൊക്കെ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത്? ഏതു തരത്തിലുള്ള വിമർശനമാണ് നിങ്ങൾ തിരിച്ചുന്നയിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിക്കൊണ്ടാണ് ഇവർ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ സംശയം ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയാണോ എന്നാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ വെള്ളപൂശാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമി മൗദൂദി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി 2011 ഒരു രാഷ്ട്രീയ രൂപത്തിന് നേതൃത്വം കൊടുത്തത് വെൽഫെയർ പാർട്ടി. ഇവിടെ യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ആശയാടിത്തറയെ വിശദീകരിക്കുന്ന പണിയാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇന്ന് മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിശിതമായി വിമർശനം രേഖപ്പെടുത്തിയിട്ടുള്ള കാൻഡിഡേറ്റാണ്. ഇവിടെ 4 വോട്ട് കിട്ടാൻ ഏത് വർഗീയവാദികളുടെയും മുന്നിലും സന്ധി ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസും UDF-ഉം ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അപകടകരമായ രാഷ്ട്രീയ സൂചനയാണ് കേരളത്തിന് നൽകുന്നത്. എല്ലാ കാലത്തും കേരളം ഈ നാടിന് മുഴുവൻ ഏറ്റവും മാതൃകാപരമായി നിന്നിട്ടുള്ളത് എങ്ങനെയാണ്? മതേതര നിലപാട്, മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഈ വോട്ട് വാങ്ങിച്ചാലും കോൺഗ്രസിന്റെ മതേതര നിലപാടിന് UDF-ന്റെ മതേതര നിലപാടിന് ഒരു പോറലും കോട്ടവും ഏൽക്കില്ല. അതാണ് അവരുടെ രാഷ്ട്രീയ വിശദീകരണമെങ്കിലോ? ആ രാഷ്ട്രീയ വിശദീകരണം ഇരട്ടത്താപ്പാണ്. ഇവിടെ പറഞ്ഞതുപോലെ RSSന്റെ എല്ലാവരും വർഗീയവാദികളാണെന്ന് പറയാറുണ്ട്. RSSന്റെ രാഷ്ട്രീയമാണ് BJP. ജമാഅത്തെ ഇസ്ലാമിയും വർഗീയവാദികളാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന്റെ ആപത്താണ്. വർഗീയതയെ എതിർത്ത് തോൽപ്പിക്കാൻ മറ്റൊരു വർഗീയതയെ ചേർത്ത് പിടിക്കുകയല്ല വേണ്ടത്. വർഗീയതയും ഏറ്റുമുട്ടിയാൽ അത് ഈ നാടിനെ കൂടുതൽ കലാപഭൂമിയാക്കുകയുള്ളൂ. ആ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ഈ നാടിനെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യവുമായിട്ടാണ്. ഒരു ഭാഗത്ത് വോട്ട് സമാഹരിക്കുമ്പോൾ അത് വർഗീയവാദികളാണെങ്കിൽ അവരുടെയും വോട്ട് വേണം, അവർക്ക് വർഗീയവാദം ഇന്നില്ല എന്ന് പറയുന്ന UDF വിശദീകരണം ഒരു ഭാഗത്ത്. ഇന്നലെ VD സതീശൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയും ആര് പറഞ്ഞു നിരുപാധികമായ പിന്തുണ വെൽഫെയർ പാർട്ടി UDF-ന് നൽകിയതാണ്. അതെ, ആ ചോദ്യം വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്, പ്രതിപക്ഷ നേതാവിനോട് ഈ ചോദ്യം വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് അവർക്ക് വർഗീയ നിലപാടില്ല എന്നാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അവസരങ്ങൾ CPM-ന്റെ MP ആയിട്ടുള്ള നടരാജന്റെ ഫേസ്ബുക്ക് അടുക്ക് CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച നടരാജന്റെ അവിടെ മത്സരിച്ച 19 നമ്മുടെ PR-ന്റെ എടുത്തു നോക്ക് നിങ്ങൾ. തമിഴ്നാട്ടില് അത് ശരി, കേരളത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗാളിൽ പോയാൽ വർഗീയവാദി അതല്ല വിഷയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയത്തെ വഴിമാറ്റിക്കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമോ? ചോദ്യം ഇതാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പറഞ്ഞു UDF നിലപാട് വർഗീയ വോട്ടുകളാണെങ്കിൽ പോലും ഞങ്ങൾ സമാഹരിക്കും. ഇപ്പുറത്ത് സ്വരാജും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ മുന്നണിയും പറയുന്നു മനുഷ്യന്റെ വോട്ട് മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ട. 2 കാഴ്ചപ്പാടുകൾ. നിങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വരാം. 2 അഭിപ്രായങ്ങൾ ഈ ചർച്ചയിൽ നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പറയൂ. എനിക്ക് 2 ആളോടും കൂടിയാ ചോദിക്കാല്ലേ, ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണോ? അതാണ് എനിക്ക് ചോദിക്കാല്ലേ. 2 പാർട്ടി നിലപാട് പറയും, ഈ കാണുന്ന ജനം മുഴുവൻ പറയും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാമല്ലേ, എൻ്റെ ഒരു അഭിപ്രായം പറയാം. നമ്മളൊരു എക്കണോമിക്സിലൊരു സിദ്ധാന്തമുണ്ട്, വെൻ ദ ഡിമാൻഡ് ഇൻക്രീസ് ദ പ്രൈസ് ആൾസോ ഡിക്രീസ്. ഇവർക്ക് കൂടിയെന്നാണോ? അപ്പം UDF-ന് ജമാഅത്തിൻ്റെ വോട്ട് കിട്ടുന്നതിനനുസരിച്ച് ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് താമരശ്ശേരി അതിരൂപതൻ്റെ ഒരു പ്രസ്താവന ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമി UDF-ആയിട്ട് ബാന്ധവമുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ വോട്ട് UDF-ന് നൽകില്ല എന്ന് ഇതിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ വെൻ ദ ഡിമാൻഡ് ഇൻക്രീസ് ദ പ്രൈസ് ആൾസോ ഡിക്രീസ് എന്ന് പറയാൻ കാരണം. ആ 2 ആളും നിലപാട് എൻ്റെ അഭിപ്രായത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം. ഞാൻ എൻ്റെ നാട്ടിൽ ജമാഅത്ത് ഉണ്ട്, ജമാഅത്തിൻ്റെ ആളുണ്ട്.
ഓലൊക്കെ എന്നോട് പറയല് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാണെന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് നേരിട്ട് അറിയാം ജമാഅത്ത് ഇസ്ലാമി. അതോടൊപ്പം RSS എന്താണ് ഈ നാട്ടിൽ RSS അയിലാറ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രാക്കൾ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ. അത് ഒരു കൂട്ടർക്ക് ഹിന്ദു രാഷ്ട്രം, ഒരു കൂട്ടർക്ക് ഒരു കൂട്ടർ മുസ്ലിം രാഷ്ട്രം പണിയാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരു കൂട്ടർ ഹിന്ദു. അത് രണ്ടും വർഗീയ പാർട്ടി ആണോ എന്നില്ല സംഗതി. നമ്മുടെ അഭിപ്രായത്തിൽ അത് രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതാണ് എനിക്ക് പറയാല്ല. രണ്ടാളും ഉത്തരം പറയും വേണം. നിങ്ങളുടെ അവസരങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എക്കണോമിക്സിലെ തിയറി എന്ന് പറഞ്ഞാൽ when price increases the demand will decrease and vice versa എന്നതാണ്. the other things remains constant. അതാണ് പറഞ്ഞത്. ഇവിടെ 978 വരെ 48 മുതൽ 78 വരെ മതരാഷ്ട്രവാദം പറഞ്ഞിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി അതുവരെ മതരാഷ്ട്രവാദം പറഞ്ഞിട്ടുണ്ടോ? അത്രയും കാലം 31 വർഷക്കാലം തുടർച്ചയായി അവർ പിന്തുണച്ചത് LDF-നെയാണ്. അതിനുശേഷം 2010 മുതൽ 2019 വരെ വെൽഫെയർ പാർട്ടി പിന്തുണച്ചത് LDF-നെയാണ്. എത്രയോ അങ്ങനെയെങ്കിൽ അവർ മതരാഷ്ട്രവാദികളായിരുന്നു എങ്കിൽ അന്ന് വോട്ട് സ്വീകരിച്ചത് തെറ്റാണ് എന്ന് പറയാൻ LDF തയ്യാറാകുമോ? ഒട്ടും ശരിയല്ല. കാരണം ഞാൻ മുമ്പും പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ ഒരു രാഷ്ട്രീയ രൂപമായി വന്ന് UDF-ന്റെ ഘടകകക്ഷിയാകാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അതാത് കാലത്തെ നിലപാടുകൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വ്യക്തികൾ, മതം നോക്കി സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട്. സംശയമുണ്ട്? കോൺഗ്രസിന്റെയും ലീഗിന്റെ എത്ര സ്ഥാനാർത്ഥികളോ സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് ആ പൊസിഷനിൽ നിന്ന് അവർ പൂർണ്ണമായി UDF-നോടൊപ്പം സഹകരിക്കും. അവരുടെ സഹകരണം അവർ വർഗീയവാദികൾ. അവരുടെ സഹകരണം അനുകൂലമായി LDF-ന് തീരുമാനമെടുത്താൽ അവർ രാജ്യദ്രോഹികൾ, വർഗീയവാദികൾ, മതരാഷ്ട്രവാദികൾ. എന്റെ ചോദ്യം ഇതിലെ പ്രശ്നം മുജാഹിദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് രാജ്യദ്രോഹികൾ എന്നല്ലേ? ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾക്കൊരു വർഗീയ വിരുദ്ധ സംവിധാനമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കേരളീയ പൊതുസമൂഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയും കഴിയില്ല. പക്ഷേ അവരുമായി സഹകരിക്കുന്നവർക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ടോ? അവരെ അകറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം UDF നേതൃത്വത്തിനുണ്ടോ, കോൺഗ്രസിനുണ്ടോ, ലീഗിനുണ്ടോ? ചോദ്യം അതാണ്. നിങ്ങളുടെ നിലപാട് വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു ആശങ്കക്കും ഇടയില്ലാതെ പറയാൻ കഴിയും, ജമാഅത്തെ ഇസ്ലാമി എന്നല്ല ഒരു വർഗീയവാദിയുടെയും വോട്ട് LDF-ന് വേണ്ട. ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വർഗീയവാദികൾ ഒരു മനുഷ്യരായിക്കൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ എന്താ സൂചിപ്പിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുടെയും നിരുപാധിക പിന്തുണ എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നിരുപാധിക പിന്തുണയല്ല. ഈ പിന്തുണയുടെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദത്തിന്റെ സംഘടനയല്ല എന്ന അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഒരു UDF-നെ പോലെ മതേതര നിലപാട് സ്വീകരിക്കേണ്ട ഒരു മുന്നണി ഇവിടെ പറയുന്നത് എന്താണ്? വെൽഫെയർ പാർട്ടി അവർ ആ നിലപാടൊക്കെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ മൗദൂദി ഒന്നല്ല അവരുടെ ആശാൻ, ഇപ്പോ മതരാഷ്ട്രവാദം അവരുടെ ഭാഗമല്ല എന്ന് കോൺഗ്രസ് പറയുന്ന ഗതികളിലേക്ക് ഈ കേരളത്തിലെ കോൺഗ്രസ് എത്തിയില്ലേ? ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു മതനിരപേക്ഷ ചേരിയെ കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ കോൺഗ്രസിനില്ലേ? ആ കോൺഗ്രസ് ആ ഉത്തരവാദിത്തം മറക്കുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് 9 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നു? കേവലം രാഷ്ട്രീയ വിജയങ്ങൾക്ക് വേണ്ടി ഏത് വർഗീയവാദിയുമായി സന്ധി കൂടാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണ്? ഇപ്പോ അൻവറിനെ പോലെയുള്ള ആളുകളെ UDF-ൽ എടുക്കാതെ ആരെയും അവർ UDF-ൽ എടുക്കുന്നത്? മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-ൽ എടുക്കുന്നത്. അപ്പോ ഈ വർഗീയവാദികൾക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്ന സമീപനം ഈ UDF സ്വീകരിക്കുകയാണ്. ഇതിനെ ഈ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം സാർ. അടുത്ത ചോദ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ഒരു ഘടകകക്ഷിയാണ് ശിവസേന. പഴയകാലത്ത് ബാൽ താക്കറെ ആയിരുന്നു. ഇന്ന് മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ ഘടകകക്ഷിയാണ് ശിവസേന. എന്തുകൊണ്ടാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ ഞങ്ങൾ സ്വീകരിച്ചത്? നിലപാട് മാറ്റിയത് കൊണ്ടാണ്. അങ്ങനെ നിലപാട് മാറ്റി രാജ്യത്തോടൊപ്പം ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് മതനിരപേക്ഷ ചേരിയിലേക്ക് വാദം ജമാഅത്തെ ഇസ്ലാമിക്ക് നിലവിൽ ബാധകമല്ല. അതൊരു മതവാദ പാർട്ടിയാണ്, മതരാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഞാൻ വേറൊന്നും പോട്ടെ, താങ്കളുടെ ദേശീയ നേതാവാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി. സംശയമുണ്ടോ?
രാഹുൽ ഗാന്ധി മുസ്ലിം ബ്രദർഹുഡ് ഏത് തരത്തിലുള്ള വർഗീയ പ്രതിലോമ രാഷ്ട്രീയത്തെ രാഹുൽ ഗാന്ധി പങ്കുവെക്കുന്നു നിങ്ങളുടെ ആളായോ? അതിനെ വിമർശിച്ച ആളല്ലേ? രാഹുൽ ഗാന്ധി CPM-ന്റെ മൊത്തം ഒന്ന് ആളായോ? കേട്ടാൽ നന്നായിരിക്കും, മൊത്തം കേട്ടാൽ നന്നായിരിക്കും. ഞാൻ അതിലെ ഏറ്റവും സോഫ്റ്റ് ആയ ഐറ്റം അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ വർഗീയ രാഷ്ട്രീയത്തെ മുസ്ലിം ബ്രദർഹുഡിനെ, എന്റെ ഇഫ്തിഖറുദ്ദീൻ നിങ്ങൾ കേട്ടാലേ പറ്റൂ. ആ രാഹുൽ ഗാന്ധി, നിങ്ങൾ അവിടെ തൊട്ട് എടുത്താൽ മതി, ആ രാഹുൽ ഗാന്ധി മുസ്ലിം ബ്രദർഹുഡിനെ, വളരെ കൃത്യമായ പ്രതിലോമ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ബ്രദർഹുഡിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സിറാജ് ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്ക്, അതിനകത്ത് വളരെ ശക്തമായി വഖഫ് വിഷയത്തിൽ വന്ന പ്രതിഷേധത്തെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രചരണാർത്ഥത്തിന് വേണ്ടി വഴിതിരിച്ചപ്പോൾ ഇവിടുത്തെ മുസ്ലിം മതസംഘടന അതിനെ എതിർത്തില്ലേ? അതാണ് പറഞ്ഞത്. ഇതൊന്നും കാണാതെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് നിലപാട് പറയട്ടെന്നേ. ദേശീയ നിലപാട് എന്താണ് കോൺഗ്രസിൻ്റെ? ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടാണോ ദേശീയ തലത്തിൽ RSSനെ പിന്തുണയ്ക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇല്ലല്ലോ, സ്വാഭാവികമായും കഴിയില്ല. രാഹുൽ വരെ എതിർത്തതാണ് ഈ സംവിധാനത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് രാഹുലിനെ കണക്ട് ചെയ്ത് ചോദ്യത്തിലെ. എനിക്ക് ചോദിക്കാനുള്ളത് UDFിൻ്റെ പ്രതിനിധിയോടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നിങ്ങളുടെ നേതാക്കന്മാർ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടക്കമുള്ള ഒരു വീഡിയോ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ 1200 രൂപയാക്കിയതാണ്. എന്നാൽ 2016 നിങ്ങളുടെ പ്രകടന പത്രികയിലെ പേജ് 42 ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിക്കുമെന്നാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 1200 രൂപ നിങ്ങൾ കൊടുത്തു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാ 2016 പ്രകടന പത്രികയിൽ 1000 രൂപയാക്കിയെന്ന് പറയണത്? നിങ്ങൾ കുറക്കണം ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിധവാ പെൻഷൻ ഉണ്ട്, വ്യത്യസ്തങ്ങളായ പെൻഷൻ. ഞങ്ങളുടെ കാലത്ത് ഒന്നിലധികം പെൻഷൻ കൊടുത്തിരുന്നല്ലോ. അതറിയാം, കൂട്ടി എത്ര? ഞാൻ പറയട്ടെ, അത് 1200 അല്ല, 1800 കൂടുതൽ നൽകിയിരുന്നു. ഇവിടെ ഇതാ 1200 നിന്ന് 1 രൂപ വർദ്ധിപ്പിക്കാൻ ഞാൻ പറയട്ടെ, അയാൾ ചോദിച്ചിന് മറുപടി പറയട്ടെ. ഞാൻ പറയട്ടെ, 765 കോടി ഓരോ വർഷത്തിലും പെട്രോളിന്റെ സെസ് ആയിക്കൊണ്ട് 2 രൂപ പെട്രോളിൽ നിന്ന് വാങ്ങിയ ഒരു നയാ പൈസ കൂടുതലായി സാമൂഹ്യ പെൻഷൻ 9 വർഷത്തിലാണ്. 2 ഗഡു കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്ന 5 ഗഡു കുടിശ്ശികയാ, 5 മാസം കുടിശ്ശികയാ. അതിൽ നിന്ന് 2 മാസം കൊടുക്കാൻ തീരുമാനിച്ചു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ 2 കൊടുക്കും. അതല്ലാതെ കൊടുക്കാനുള്ള നിങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വെറുതെ കാടടച്ച് വെടിവെച്ചതുകൊണ്ട് ഒരു കാര്യമല്ല. ഷാഫി പറമ്പിലും VC വിശ്വനാഥും വളരെ കൃത്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഒന്ന് രാവിലെ ഇറക്കിയിട്ടുണ്ട്. അതിന് ഇന്ന് രാവിലെ തന്നെ നിലമ്പൂരിലെ ജനത അതിന് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ നിലമ്പൂരിനകത്തെ വോട്ടർമാരായിട്ടുള്ള ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി അതിന് മറുപടി പറയുന്നുണ്ട്. 500 കൂട്ടി, 600 കൂട്ടി, 700 കൂട്ടി, അങ്ങനെ 1000 വരെ കൂട്ടാൻ ആർക്കും പറ്റും. ഇത് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ, അതിന് അത് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അത് കൊടുത്തെങ്കിൽ 5 മാസം കുടിശ്ശികയാണ്, അത് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. 5 മാസത്തെ കുടിശ്ശിക കൊണ്ടുപോയി കൊടുക്ക്. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് 5 മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ ഇവിടെ പിണറായി തയ്യാറുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അവര് പറയുന്നോട് കേട്ടിട്ട് അവരൂടെ പറയുന്നത് ഇവിടെ കഴിഞ്ഞ കുറച്ചധികം നാളുകളിൽ കോൺഗ്രസ് ഇറക്കിയിരുന്നത് തറക്കല്ലിടൽ നാടകമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ വെള്ളപ്പേപ്പർ നാടകമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തിന്നൂല്ല തീറ്റിക്കില്ല എന്ന് പറയും. അതുപോലെയാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഇപ്പൊ AICCയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എന്താ പറഞ്ഞത്? ഇത് കൈക്കൂലിയാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ കാലത്ത് 18 മാസവും 28 മാസവും കുടിശ്ശികയായിരുന്ന പെൻഷൻ ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും കൈകളിലേക്ക് 1600 രൂപ പെൻഷൻ മാസാമാസം അവരുടെ വീടുകളിലേക്കാണ് കൊടുക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപ ഉണ്ടായിരുന്ന പെൻഷന്റെ സ്ഥിതി എന്താ? തൊട്ടടുത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ അപ്സ്റ്റെയർ കയറി പോകണം. 600 രൂപ കിട്ടണമെങ്കിൽ 100 രൂപ ഓട്ടോ പിടിച്ച് സാധാരണക്കാർ ബാങ്കിൽ പോയി ക്യൂ നിന്നിട്ടാണ് വാങ്ങിയിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് 1600 രൂപ മാസാമാസം കൈകളിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇവര് പറയുന്നുണ്ട് കുടിശ്ശിക ഉണ്ട് എന്നുള്ളത്. പെൻഷനൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഇപ്പതാ വലിയ പെരുന്നാളും സ്കൂളും തുറന്ന സമയത്ത് 2 മാസത്തെ പെൻഷൻ 1600 രൂപ 3200 രൂപയായിട്ടാണ് വീടുകളിലേക്ക് എത്തിയത്. ഇവിടെ UDFന്റെ പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് കുടിശ്ശിക ഉണ്ടായി? കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തികമായ വിവേചനത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യാത്തത്? ഇവിടുന്ന് വിജയിപ്പിക്കപ്പെട്ടിട്ടുള്ള MP മാരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് വിജയിപ്പിക്കാത്തത്? ഞാന് മാതൃഭൂമി ദിനപത്രമാണ് ഈ കാണിക്കുന്നത്. മാതൃഭൂമി ദിനപത്രം പറയുന്നത് കേട്ടോളൂ നിങ്ങള്.
കേരളക്കരയിൽ ഇതാ കേരളത്തിലെ കാര്യം പറയാം. മുടങ്ങിക്കിടക്കുന്ന 3 മാസം, അന്ന് 3 ഉണ്ടായിരുന്നുള്ളൂ, അന്ന് 3 പഞ്ചായത്താണ്. 3 മാസത്തെ ക്ഷേമ പെൻഷൻ ഇനത്തിൽ 800 കോടി മാസം വെച്ച് കുടിശ്ശിക 2400 കോടി രൂപ. 2000. ഇനി ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അത് ഞാൻ മറുപടി അറിയാം. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് ഏത് കാലത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇതാ പറയുന്നത്, ഇനി കാണിച്ചുതരാം, നിങ്ങൾക്ക് അയച്ചുതരാം. അതുകൊണ്ട് കാര്യമില്ല, ചർച്ചയിലല്ലേ, വ്യക്തതയോടെ പറ, വ്യക്തതയോടെ പറ, മനസ്സിലായില്ല. ഇതാ മാതൃഭൂമി ദിനപത്രം ഡേറ്റ് പറഞ്ഞുതരാം. നവംബർ 2023 അന്ന് മുതൽ ഇതാ കുടിശ്ശികയാ. 2023 ഇത് 25 അഞ്ചായി മാറിയത്. 3 മാസമാണ് കുടിശ്ശിക, ഇന്ന് 5 മാസമാണ് കുടിശ്ശിക. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഇനി കേട്ടോ, അവിടെ നിൽക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങളുടെ നമ്മൾ 25 നിൽക്കുമ്പോ 23 ഒരു കണക്ക് വെച്ചിട്ട് എങ്ങനെയാണ് പറയുക? ചോദ്യം നിങ്ങളുടെ സുഹൃത്തിന്റെ ചോദ്യം കേട്ടിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18-19 മാസം കുടിശ്ശികയായിരുന്നെന്ന്. ഇത് വിവരാവകാശ നിയമപ്രകാരം വാങ്ങിയതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം, കേട്ടോളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കുടിശ്ശികയെ കുറിച്ചാണ് ചോദിച്ചത്, പെൻഷന്റെ. കേട്ടോളൂ, ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 2014 നവംബർ, ഓർത്തു വെക്കണം കേട്ടോ, 2014 നവംബർ മുതൽ 2014 സർക്കാർ വന്നില്ല, പറയട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഞങ്ങളുടെ കാലമാണ്. അങ്ങനെ പറ. കുടിശ്ശികയെ കുറിച്ച് 18 മാസം എന്ന് പറഞ്ഞില്ലേ? പറയട്ടെ, ഞങ്ങളുടെ കാലത്തെ കുടിശ്ശിക 18 മാസമാണ്. വല്ലാത്തൊരു ഗവൺമെന്റ്. കേട്ടോളൂ, മുഴുവനാക്കിയോളൂ. 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ കുടിശ്ശിക എത്ര മാസമാണ്? എത്ര മാസമാണ് പറഞ്ഞു? എണ്ണിക്കോ, നിങ്ങൾ എണ്ണിയാ മതി. അത് 18 എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, മുഴുവനാക്കട്ടെ, അതിന്റെ ബാക്കി കേട്ടോ. എന്തുകൊണ്ടാണ് കുടിശ്ശിക? DBT സംവിധാനത്തിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ അതുപോലെയല്ല. ഇപ്പോ നിങ്ങൾ തന്നെ നല്ല ഇൻഫർമേഷൻസ് അല്ലേ? 2014 കുടിശ്ശിക ഉണ്ടെന്ന് സർക്കാർ, അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ സമ്മതിക്കുന്നു. 3 മാസം സമ്മതിച്ചേ. അത് എന്തുകൊണ്ട്? 2015 പ്രകാരം ആയിക്കോട്ടെ, എന്റെ ചോദ്യം അതല്ല, ക്ഷമ കാണിക്കുക. എന്റെ ചോദ്യം അതല്ല. എന്താണ് സർ, എന്താണ് ഇങ്ങനെ ബഹളം വെച്ചോണ്ട്? അല്ല, കാര്യം ഒന്ന് പറയാൻ സമ്മതിക്കേ. നിങ്ങൾ പറഞ്ഞത് 2014 മുതൽ 2015 ഫെബ്രുവരി വരെ, റൈറ്റ് അല്ലേ? പിന്നെ എത്ര മാസം? വളരെ ഉപകാരം, ജനുവരി വരെ. പക്ഷേ ആ ഫെബ്രുവരി മുതൽ 2016 മെയ് മാസത്തിലാണ് പിണറായി സർക്കാർ വരുന്നത്. 2015 ഡിസംബർ 23 മന്ത്രിസഭാ യോഗത്തിനും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞെന്താണെന്നറിയോ? ഇനി ഞാൻ പെൻഷൻ കൊടുത്ത ശേഷമേ ശമ്പളം വാങ്ങൂ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നു 6 മുതൽ 11 മാസം വരെ കുടിശ്ശികയുണ്ട്. താങ്കൾ തന്നെ സമ്മതിച്ചു 2014 മുതൽ ജനുവരി വരെ. അതെ, അല്ല, താങ്കൾ കറക്റ്റാണ്, ശരിയാണ്. 2014 മുതൽ 2015 വരെ കുടിശ്ശികയുണ്ട്. 2015 മുതൽ 2016 വരെ കുടിശ്ശികയുണ്ട്. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് 18 മാസം. ക്ലിയറായി, സംഗതി ക്ലിയറായി. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് 18 മാസത്തെ കുടിശ്ശിക വരുന്നത്. അതിനുശേഷം കൃത്യമായി രേഖപ്പെടുത്താത്തത് കാരണം ഉമ്മൻചാണ്ടി സാർ പറയാം, അതിന് മറുപടി പറയാം. മുഴുവനാക്കട്ടെ. 18 മാസമെത്തി. ഞാൻ പെൻഷൻ കൊടുക്കാതെ എന്റെ ശമ്പളം വാങ്ങൂല. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയും പറയാത്തത്. പെൻഷൻ നൽകി ഉമ്മൻചാണ്ടി 18 മാസമായി. ചോദ്യം,
നിങ്ങളല്ല 2014 മുതലുള്ള കുടിശ്ശിക നിങ്ങൾ സമ്മതിച്ചു. 2015 മുതൽ 2016 വരെയുള്ള കുടിശ്ശിക മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചുകൊണ്ട് 6 മുതൽ 11. ഇത് രണ്ടും കൂടെ കൂട്ടിയ 18 മാസമായി. യെസ്, 18. കറക്റ്റ്. ഇപ്പൊ ഇവിടെ ഒരു സുഹൃത്ത് വിവരാവകാശ പ്രകാരം ഞാൻ വാങ്ങിയതാണ്. 15 പറഞ്ഞില്ല, അതുകൊണ്ടാ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എത്രയും ചോദിച്ചത് നിങ്ങൾ അതിനെ തീരുമാനിക്കാം. 14 ഉമ്മൻചാണ്ടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ മതിയോ? പക്ഷേ നിങ്ങൾ 14 മാത്രം പറഞ്ഞു. 15 ഉമ്മൻചാണ്ടി ഭരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാർ തന്നെ യഥാർത്ഥത്തിലുള്ളത് പറഞ്ഞിട്ടുണ്ട് 6 മുതൽ 11 വരെ കുടിശ്ശിക. പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം എന്താണ്? നിങ്ങളുടെ ACC ജനറൽ സെക്രട്ടറി ഇപ്പോൾ വാങ്ങുന്ന മനുഷ്യരെ കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചു. അതാണ് ചർച്ചയായത്. യെസ്, ഇവിടെ ആ സുഹൃത്ത് പറഞ്ഞു വിഷ്ണുനാഥിന്റെയും ഷാഫിയുടെയും വീഡിയോ പറ്റിയിട്ട്. ചേർത്ത് വെച്ചു. ഷാഫിയുടെയും വിഷ്ണുനാഥിന്റെയും വീഡിയോ പറ്റിയിട്ട് സംസാരിച്ചു. വിഷ്ണുവും ഷാഫിയും ഇന്നലെ വീഡിയോ എടുത്തപ്പോഴേ അവർ നിയമസഭാ രേഖകളാണ് അവിടെ ഹാജരാക്കിയത്. നിയമസഭാ രേഖകൾ എന്ന് പറഞ്ഞാൽ കേരള പൊതുസമൂഹത്തിന്റെ പതിമൂന്നാം കേരള നിയമസഭ 16ാം സമ്മേളനം എന്റെ പറക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഷാഫിയും വിഷ്ണുനാഥും ഇന്ന് സംസാരിച്ചത് വീഡിയോയിൽ കേരള നിയമസഭയിലെ സ്വരാജിന്റെ ചോദ്യത്തിന് ഒരു മിനിറ്റ് സ്വരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക്ക് മറുപടി കൊടുത്ത മറുപടി സൈതാണ് സംസാരിച്ചത്. പിന്നെ പെൻഷൻ പോട്ടെ, നിങ്ങൾ നിലമ്പൂര് അല്ല നിലമ്പൂർ ഇലക്ഷനിൽ പെൻഷൻ പോയിട്ടൊരു ചർച്ച നിലമ്പൂർ ഇലക്ഷനില്ല. കാരണം പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് കിട്ടേണ്ട പെൻഷൻ കൊടുത്തിട്ട് മറുപടി കോൺഗ്രസിന്റെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകേണ്ടതിനെതിരെ അതല്ല ഇതേ ഇനി കൈക്കോലിയുടെ മറുപടി പറയാം. കൈക്കൂലിയുടെ കാര്യം പറയട്ടെ. ഈ പരിപാടികളുടെ സ്വഭാവം അവർ കൂടിയുണ്ട്. ഞാനേ നമ്മള് ഈ പരിപാടി നടക്കണത് ഇവിടെ ഈ പരിപാടി നടക്കുന്നത് മഞ്ചേരി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്. രണ്ടാളും കേട്ടോളി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ എത്ര മാസം പെൻഷൻ കൊടുക്കാണ്ടോന്ന് മുനിസിപ്പാലിറ്റി പോയി ചോദിച്ചാൽ അറിയാം. ഞാൻ ഇവിടെ നിന്ന് ഒരു വാക്ക് പറയാം, 5 മാസത്തെ പെൻഷൻ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ സാധാരണ മുനിസിപ്പാലിറ്റി കേരളത്തിലല്ലേ? ഞാൻ പറഞ്ഞ എന്താ നിങ്ങള്, നമ്മളിത് പഴയ സ്റ്റാൻഡാണ്, പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കി. ഈ സ്റ്റാൻഡ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണ്. ഇതിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണ് അല്ലേ? ആ മുനിസിപ്പാലിറ്റി നാളെ നമ്മൾ പോയിട്ട് 5 മാസത്തെ പെൻഷൻ ഇവിടെ കൊടുക്കാണ്ടെന്ന് മുനിസിപ്പാലിറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു 5 സെന്റ് ഒരു വീടുണ്ട്. ആ വീട്ടിൽ മുനിസിപ്പാലിറ്റിയിലെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ പെൻഷൻ കൊടുക്കും. എന്തെങ്കിലും പറയാനാണെങ്കിൽ പെൻഷൻ അതുപോലെ എനിക്കുള്ള ഒരു സംഗതി ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. ഞാൻ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ ശേഷം 2016 8,000-9,000 റുപ്യ ഒരാൾക്ക് പെൻഷൻ വാങ്ങി കൊടുത്തിന് കുടിശ്ശിക. അപ്പോൾ ആര് കുടിശ്ശിക ആക്കിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഗവൺമെന്റ് മാറിയാൽ LDF വന്നാലേ ഇപ്പോൾ 5 മാസത്തെ ഇല്ല. അത് ഉണ്ടെങ്കിൽ ഞാൻ തരും. ഒരു ശുദ്ധ സംബന്ധമാണ്. നിങ്ങൾ എന്തും പറയും നിങ്ങൾ. എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധികളാണ്. ഈ മാറി വരുന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. UDFും ഭരിച്ചിട്ടുണ്ട്, LDFും ഭരിച്ചിട്ടുണ്ട്. ഇവിടെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് LDF ആണ്. സാക്ഷരതാ പ്രവർത്തനം LDF ആണ്. ജനകീയാസൂത്രണം LDF ആണ്. പെൻഷൻ പദ്ധതി LDF ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മലയോര ഹൈവേ LDFന്റെ പദ്ധതി. ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് നായനാർ കൊടുത്ത പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് നായനാർ ഗവൺമെന്റ് കൊടുത്തു. അതുപോലെ തന്നെ LDFന്റെ കൂടെയാണ്. UDFന്റെ MLA-മാര് UDFന്റെ MLA-മാര് കിഫ്ബിയിലൂടെ വന്ന പദ്ധതിയാണ്. UDFന്റെ MLA-മാര് മേനി നടിച്ച് നടക്കുന്നത്. അത് കിഫ്ബി വന്നതോടുകൂടിയാണ്.
വാർദ്ധക്യകാല പെൻഷന് Yes, yes. നമുക്ക് ഇന്ത്യ മുഴുവനുള്ള എല്ലാ എംഎൽഎമാർക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിലമ്പൂര് കിഫ്ബി ഫണ്ടിലൂടെ വന്ന പദ്ധതിയാണ്. എല്ലാ പദ്ധതികളും ഈ കിഫ്ബി ഫണ്ടിലൂടെ വന്ന പദ്ധതിയാണ്. അത് ബൈപ്പാസ് ഒരു കൊട്ട മണ്ണിട് എന്നിട്ട് വർത്താനം പറയും. ബൈപ്പാസിലെ ഒരു കൊട്ട മണ്ണിട് ഒരു പദ്ധതി പറയാൻ പറ്റുമോ? ശരി, അതിൽ ക്ഷേമ പെൻഷൻ കൺക്ലൂഡ് ചെയ്യണം നിങ്ങൾ രണ്ടുപേരും, ഒപ്പം വികസനത്തിലേക്കും കിടക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ പെൻഷൻ തന്നെയാണ് കേരളത്തിലെ ചർച്ച. ഇവിടുത്തെ ഇപ്പൊ കോൺഗ്രസ്സുകാർ കർണാടക ഭരിക്കുന്നുണ്ടല്ലോ, BJP ഭരിക്കുന്ന മഹാരാഷ്ട്ര ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഇത്രയധികം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന മറ്റേത് ഗവൺമെന്റ് ഉണ്ട്? ഇവിടെ സമ്മതിച്ചു. ഇവിടെ ജനങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ സർക്കാരിനെ സമ്മതിച്ചുകൊണ്ടാണ് രണ്ടാമത് ഞങ്ങൾ പറയുന്നു. തെലങ്കാനയിലും കർണാടകയിലും ഒരു സംസ്ഥാനത്തും 1 രൂപ കുടിശ്ശികയില്ല. തെലങ്കാനയിൽ എത്ര ക്ഷേമ പെൻഷൻ? എത്രയാ കുടിശ്ശികളത്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞത്? കുടിശ്ശികളത് നിങ്ങളാ പറഞ്ഞത്. നിങ്ങൾക്ക് പറയാൻ ബാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞു കേരളത്തെക്കാൾ മികച്ച ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സ്റ്റേറ്റുകളുടെ പേര് നല്ലതാണ്. ഒരു മാസത്തെ കട കുടിശ്ശികയില്ല. എമൗണ്ട് പറ സാറേ. എങ്ങനെയാണ്? അതാ പ്രശ്നം. എന്റെ വാദമല്ല, താങ്കളുടെ പറഞ്ഞത്. ഞാനല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരു സെക്കൻഡ് ഞങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും 1 രൂപ കുടിശ്ശികയില്ല. എത്ര പെൻഷൻ കൊടുക്കുന്നൂടെ പറ. അതിവര് പറയില്ല. ഞാൻ വിട്ടു. അതിൽ പൂർത്തിയാക്കൂ. ഇവിടെ ചോദിക്കുന്ന ഉത്തരങ്ങൾ കിട്ടുന്നില്ല. യെസ്, ഇവിടെ പെൻഷന്റെ കാര്യം ഇത് പറഞ്ഞു. ഏറ്റവും നന്നായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ് 64 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. ഈ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി, അതിൽ 64 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുകയാണ്, വീടുകളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ചോദിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ എത്രയാ പെൻഷൻ? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണോ കർണാടകയെ പോലെ എത്ര മികച്ച സാമ്പത്തിക സ്ഥിതിയുണ്ട്, വ്യവസായികളുണ്ട്. പക്ഷേ ഇവിടെ പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞതുപോലെ കൈക്കൂലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ 64 ലക്ഷം ആളുകളെ അപമാനിക്കുകയാണ് കോൺഗ്രസ്. പെൻഷൻ കൃത്യമായി കൊടുത്തിട്ടില്ല. വികസനത്തിന്റെ അവസ്ഥ. ഒരു ചോദ്യം. ആ UDF-ന്റെ 1600 വെച്ചാണ്ട് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് കൊടുക്കണ്ടേ? ആണ് പറയാൻ കഴിച്ചു. ഒറ്റ ചോദ്യം. UDF-ന്റെ പ്രതിനിധികളാണ്. ഒരു ചോദ്യം. 1600 ശരി, ഞാൻ UDF-ന്റെ പ്രതിനിധികളാണ് ചോദിക്കുന്നത്. കുറയാതെ കൊടുക്കണം. കാരണം മാസം ഈ പെട്രോൾ അടിക്കുന്ന ഞാനടക്കം കൊടുക്കുന്ന 2 രൂപ സെസ് വെച്ചിട്ടാണ് ഇവിടെ പെൻഷൻ കൊടുക്കുന്നത്. അത് വിട്ട് അതെന്തിനാ മാസം കൊടുക്കണം? അത് 5 മാസം 6 മാസം 1 മാസം 3 മാസം കുടിച്ചില്ലേ? 3 മാസം 1 മാസം UDF-ന്റെ പ്രതിനിധി ഒന്ന് കേൾക്കണം, മുഴുവനായിട്ടൊന്ന് കേൾക്കണം. സമാധാനത്തിൽ കേൾക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചോദ്യമാണ്. 2016 പിന്നെ ഈ പെൻഷൻ കുടിശ്ശിക അടക്കം കൊടുക്കുമ്പോൾ 4 മാസത്തെ ആ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 4 മാസത്തെ 3 മാസത്തെ പെൻഷനും 1 മാസം അഡ്വാൻസും അടക്കം 15,000 രൂപ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കുടിശ്ശിക കൊടുക്കുന്നത്. അന്നത് കൊടുത്തിട്ട് 15,000 രൂപ അടക്കം കയ്യിൽ കിട്ടിയ ആളുകളുടെ പറയട്ടെ 15,000 രൂപ അടക്കം കയ്യിൽ കിട്ടിയ ആളുകളുടെ വയോജനങ്ങളുടെ പിന്നെ ആഹ്ലാദഭരിതമായ ചിത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ പ്രചരിപ്പിച്ചു. ഇഷ്ടം പോലെ ആളുകൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ അത് ഏറ്റെടുത്തു. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ പ്രചരണം നടക്കുമ്പോഴൊന്നുമില്ലാത്ത രേഖകൾ കാര്യങ്ങളും ഇപ്പോൾ അത് അന്ന് ഈ നേരനുഭവമുള്ള മനുഷ്യരുടെ മുമ്പിൽ പറയാൻ കെൽപ്പില്ലാത്ത UDF ഇന്ന് എവിടുന്ന് ഈ രേഖകൾ എടുത്തിട്ട് ആളുകൾ നേരനുഭവമുള്ള ആളുകൾ ഈ കാര്യങ്ങൾ മറക്കുന്ന കാലഘട്ടം വരുമ്പോൾ പുതിയ രേഖകൾ ഇതിൽ അർദ്ധസത്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതാണ് ചോദ്യം. പറയട്ടെ, മുഴുവനാക്കട്ടെ. അയാൾ പറഞ്ഞല്ലോ പെൻഷന്റെ കാര്യം. പെൻഷൻ ഇപ്പോഴാണല്ലോ 2 ഗഡു കൊടുക്കാൻ നിൽക്കുന്നത്. 2 ഗഡു ഇപ്പോഴാ കൊടുത്തത്. ഇനിയും കിട്ടാനുണ്ട്. ഇനിയും 3 ഗഡു. നിൽക്കട്ടെ. വേറെ കാര്യം പറയട്ടെ. ബാക്കി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ
ഗവൺമെന്റിന്റെ നേട്ടമായി ശരി, ഇതാ അടുത്ത ചോദ്യം. നികുതി വർദ്ധിപ്പിച്ചതോ, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതോ, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചതോ, വെള്ളക്കരം വർദ്ധിപ്പിച്ചതോ, എന്താ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാനുള്ളത്? സാർ, ഇതിന്റെ ഒന്നും പേരിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതിശക്തമായ ഒരു സമരം പോലും ചെയ്യാൻ കഴിയാത്ത നാടായി ഈ കാലയളവിൽ മാറിയിട്ടുണ്ട്. അത് ഓർമ്മ വേണം. നിങ്ങൾക്ക് തോന്നും നവകേരള യാത്ര നടക്കുമ്പോൾ പിണറായിയുടെ ബസ്സിന് മുന്നിലേക്ക് കരിന്തുണിയുമായി ചാടാൻ കെൽപ്പുള്ളവന്റെ പേരാ UDF. അതാ യാത്രയുടെ പേരിലായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പോരാ. ചോദ്യം. ഓരോ സർക്കാർ വരുമ്പോഴും പെൻഷൻ തുക കൂടും. അതിന് അടുത്ത സർക്കാർ വരുമ്പം ആ സർക്കാരും കൂട്ടും പെൻഷൻ തുക. അതൊക്കെ സ്വാഭാവിക കാലഘട്ടത്തിൻ്റെ മാറ്റാണത്. എനിക്ക് ചോദിക്കാനുള്ള LDFിൻ്റെ ആളോടാണ്. നിങ്ങൾ 2016 അധികാരത്തിൽ വരുമ്പം 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, ദേശാഭിമാനിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു വില കൂടില്ല എന്ന് പറഞ്ഞൊരു സംഭവം. ഇന്ന് നിത്യോപയോഗ സാധനത്തിൻ്റെ വിലകൾ എത്രമാത്രം കൂടി എന്നുള്ളൊരു ചോദ്യം. ഇവിടെ ഹലോ ഞാനൊരു ചോദ്യം കൂടി വിലക്കയറ്റത്തിനെ പറ്റി പറഞ്ഞു. അല്ല അതും കൂടി ചോദിച്ചില്ല. നേരത്തെ പ്രതിനിധിയോടാണ് ചോദ്യം. UDFന്റെ പ്രതിനിധി ചോദിച്ചു എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിടുന്നതാണ്. ഞങ്ങൾ ഈ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയം ഏറ്റവും മികച്ചതാക്കിയത് ഈ കാലത്താണ്. ഈ നിലമ്പൂരിലുള്ള മാനവേദന സ്കൂൾ ഏറ്റവും മികച്ചതാക്കിയത് ഈ കാലത്താണ്. വീട് കൊടുത്തത് ഈ സർക്കാരിന്റെ കാലത്താണ്. സർക്കാർ ആശുപത്രികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. ഇവിടെ ഇറങ്ങിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. ആന വന്നത് ഈ സർക്കാരിന്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ നന്നാക്കാൻ നാട്ടിലെ സർക്കാർ വരേണ്ടി വന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടാണ് അവിടെ ഞാൻ ഈ വിലക്കയറ്റമായിട്ട് ബന്ധപ്പെട്ട് UDF പ്രതിനിധിയോടാണ് ചോദ്യം. 2016 LDF സർക്കാർ വരുന്നത് വരെ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി 600 രൂപയാണ് ഒരു മാസം പെൻഷൻ കൊടുത്തിരുന്നത്. 600 രൂപ കൊടുത്തിരുന്നത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി വെച്ചത് തീർത്തു കൊടുത്ത LDF സർക്കാർ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ട് 2025 എത്തി നിൽക്കുമ്പോൾ ജനങ്ങളെ നികുതി പണം അത് തിരിച്ചു നൽകുന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കേരളത്തിലെ LDF സർക്കാർ കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്തുകളിലൂടെ മാർച്ച് മാസം വരെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് അതിവേഗം ഈ മണ്ഡലത്തിന്റേതടക്കം ഒറ്റ കാര്യം പിന്നെ ഞാൻ പറയും ഒരൊറ്റ കാര്യം പറയാം. ഇവിടെ ബോസ് ഞാനേ ഈ വിലക്കയറ്റം ഒരു കാര്യം ചോദിച്ചപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്. എന്താ കാര്യം ഓർമ്മ വന്നു വെച്ചാല് ആ ആള് ഇന്ന് ഇവിടെ ഉണ്ട്. UDFന്റെ ഭരണകാലത്ത് ഞാൻ നടന്ന സംഭവം പറഞ്ഞേ. UDFന്റെ ഭരണകാലത്ത് വിലക്കയറ്റത്തിനെതിരായിട്ട് UDFന്റെ ഭരണകാലത്ത് ഇവിടെ ഈ നാട്ടിൽ വികസനം തന്നെയാണ് ചർച്ച. വികസനത്തെ പറ്റിയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ കേരളത്തിലെ 9 വർഷക്കാലത്തെ സർക്കാർ ഇവിടെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പെൻഷൻ പറയുമ്പോൾ അതിനെപ്പറ്റി പൂർണ്ണാക്കുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി പൂർണ്ണാക്കുന്നില്ല. ഇവിടെ ഈ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പറയുന്നത് വികസനത്തെ പറ്റി തന്നെയാണ്. എന്തുകൊണ്ട് സർക്കാരിന് വന്നു ആ വികസനത്തെ കുറിച്ച് തന്നെയാണ് ഈ ചർച്ച. നിങ്ങൾ ബഹളം വെക്കാതിരുന്നു. നിങ്ങൾ വിഷയം ഉന്നയിച്ചു. അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സുഹൃത്തെ, ഒരു കാര്യം, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആളുകളുടെ ചോദ്യങ്ങൾ വരും. അതിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ബഹളം വെച്ചാൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല.
അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കും. ഏതായാലും പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൂടി മാനിച്ച് ഞങ്ങൾക്ക് പോകാൻ കഴിയൂ. അവരുടെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. നിശ്ചയമായും അത് പാലിച്ചുകൊണ്ട് പടക്കളം നിർത്തുകയാണ്.